ഏറ്റവും ഒടുവിൽ നാം കേട്ടതുപോലെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. നമ്മെ സ്നേഹിച്ചവനും തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബഹുമാന്യ കർത്താവിന്റെ ദാസീദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. നാം ഇപ്പോൾ സംസാരിച്ചതുപോലെ നമ്മെക്കാൾ പ്രായം കൂടിയവരും കുറഞ്ഞവരും, നമ്മെക്കാൾ ആരോഗ്യം കൂടിയവരും കുറഞ്ഞവരും ഒക്കെ ലോകത്തിൽ നിന്ന് പല കാരണങ്ങളാൽ മാറ്റപ്പെടുന്നത് നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അങ്ങനെയുള്ള പല വേർപാടിന്റെ വാർത്തകൾ നാം ദുഃഖത്തോടെ ആകുലതയോടെ കണ്ടു കേട്ടു. ദൈവം നമ്മെ വീണ്ടും ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നു. മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നമുക്ക് ആയുസ്സ് ദീർഘമാക്കി തന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ ഉപവാസം കൊണ്ടോ നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ ആരോഗ്യത്തിന്റെ കൂടുതൽ കൊണ്ടോ ഒന്നുമല്ല. സ്തോത്രം. ദൈവത്തിന് അങ്ങനെ അങ്ങ് പ്രസാദമായി എന്ന് മാത്രം. കാരണം അതാണ്. ഉദ്ദേശമോ? വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ മക്കളോട് പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ബിക്കോസ് വി വെയർ റൈച്ചസ് ബട്ട് ടു മേക്ക് us മോർ റൈച്ചസ്. നാം നീതിമാന്മാരായതുകൊണ്ടല്ല, നാം അധികം നീതിമാന്മാർ ആകേണ്ടതിനു വേണ്ടിയാണ് ദൈവം നമുക്ക് അവസരങ്ങളെ, ആയുസിനെ ദീർഘമാക്കി തരുന്നത്. സ്തോത്രം. Always remember it. Not because we were righteous. Whether it is the expansion of our life, extension of our lifespan, or bestowing of any spiritual or material blessing or goodness, nothing is because we were deserving, but to make us more righteous, to make us more humble, to make us more productive in regard with his kingdom. Praise God. സ്തോത്രം. കർത്താവ് നമുക്ക് ആയുസ്സ് ദീർഘമാക്കിയതോ രോഗസൗഖ്യം നൽകിയതോ സമാധാനത്തിൽ സൂക്ഷിക്കുന്നതോ ആത്മീയ അനുഗ്രഹങ്ങളോ ഭൗതിക നന്മകളോ ഒക്കെ നമ്മുടെ മേൽ ചൊരിയുന്നതോ എല്ലാം എന്തുദ്ദേശത്തോടു കൂടെയാണ്? നാം അധികം നീതിമാന്മാരാവുക, നാം ദൈവത്തെ കൂടുതൽ അനുസരിക്കുക, നാം ദൈവഹിതത്തോട് കൂടുതൽ താതാത്മ്യപ്പെടുക. സ്തോത്രം. നമ്മിൽ ഉള്ള ദൈവത്തിന്റെ പണി പൂർത്തീകരിപ്പാൻ നാം അനുവദിക്കുക. ആവർത്തനമാണെന്ന് എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിക്കുക. സ്തോത്രം. God is not yet finished working on us, working in us. നമ്മിലും
നമ്മെയും ദൈവം ഇതുവരെ പണിത് കഴിഞ്ഞില്ല. സ്തോത്രം. ഇപ്പോഴും അവൻ നമ്മെയും നമ്മിലും പണിതുകൊണ്ടിരിക്കുന്നു. ആ പണി വേഗത്തിൽ ഒന്ന് പൂർത്തിയായാൽ നമ്മളും അങ്ങ് പോകും, കർത്താവും പെട്ടെന്നിങ്ങ് വരും. സ്തോത്രം. സ്തോത്രം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. എത്രയും വേഗം നാം തികഞ്ഞവരായി തീരേണ്ടതിന് ദൈവം നമുക്കൊക്കെ കൃപ ചെയ്യട്ടെ. സമയം അതിക്രമിച്ചു എങ്കിലും നമുക്കിനി വേഗത്തിൽ ദൈവവചനത്തിലേക്ക് തിരിയാം. നമ്മൾ വെളിപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാമത്തെ കഷ്ടം, 5-ാമത്തെ കാഹളം, ഇതാണ് അവിടുത്തെ പ്രതിപാദ്യം. The 5th trumpet or the 5th trumpet judgment and the first war. ഇതാണ് Revelation 9:1-11 നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രധാന സംഭവങ്ങൾ നമ്മൾ കണ്ടു. 5-ാമത്തെ കാഹളം ദൂതൻ ഊതുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു നക്ഷത്രം ഭൂമിയിൽ വീണ് കിടക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വന്നു. നക്ഷത്രം ദൂതനാണെന്ന് കണ്ടു. ആ ദൂതന് താക്കോല് കിട്ടി. എന്തിന്റെ താക്കോൽ? അഗാധകൂപത്തിന്റെ. ആ ദൂതൻ ആ അഗാധകൂപം തുറന്നു. അഗാധകൂപത്തിൽ നിന്ന് ആദ്യം വലിയ പുക പുറത്തു വരുന്നു. വലിയ തീച്ചൂളയിലെ, ഇഷ്ടികച്ചൂളയിലെ ഒക്കെ പുക പോലെ. കടുത്ത പുക കൊണ്ട് സൂര്യനും ആകാശവും വരെ മറഞ്ഞു. അത്രയ്ക്ക് കനത്തിലുള്ള പുക. അത് കഴിഞ്ഞ് ആ അഗാധകൂപത്തിൽ നിന്ന് വെട്ടുക്കിളികൾ പുറത്തു വരുന്നു. ഈ വെട്ടുക്കിളികളുടെ പ്രധാനപ്പെട്ട വിശേഷതകളും നമ്മൾ കണ്ടു. 5 മാസമാണ് ആ വെട്ടുക്കിളികളുടെ പ്രവർത്തന കാലം. അതിനുശേഷം അവയ്ക്ക് എന്ത് ഭവിക്കുന്നു എന്ന് അവിടെ നാം കാണുന്നില്ല. ആ 5 മാസം കൊണ്ട് മനുഷ്യരെ മാത്രം പീഡിപ്പിക്കുന്നു. വെട്ടുക്കിളികളുടെ അല്ലെങ്കിൽ വിട്ടിലുകളുടെ സാധാരണ സ്വഭാവം അനുസരിച്ച് സസ്യങ്ങൾ, പച്ചിലകൾ ഒന്നും നശിപ്പിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഒന്നും അനുവദിക്കുന്നില്ല. പകരമായിട്ട് നാം അവിടെ കാണുന്നു, ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ മാത്രം പീഡിപ്പിക്കുവാൻ അനുവാദം കൊടുക്കുകയാണ്. മറ്റാർക്കും, അതായത് ദൈവത്തിന്റെ മുദ്രയുള്ള മനുഷ്യരെയാകട്ടെ, പച്ച അല്ലെങ്കിൽ ഹരിത ലോകത്തെയാകട്ടെ പീഡിപ്പിക്കുവാൻ, നശിപ്പിക്കുവാൻ, തിന്മ ചെയ്യുവാൻ അവയ്ക്ക് അനുവാദം കൊടുക്കുന്നില്ല. ആ വെട്ടുക്കിളിയുടെ രൂപം നമ്മൾ കണ്ടു. സ്ത്രീയുടെ മുടിയുണ്ട്, രാജാവിന്റെ കിരീടമുണ്ട്, കുതിരയുടെ, തേളിന്റെ ഒക്കെ ഓരോ വിശേഷതകളുണ്ട്. കൊല്ലാനും അനുവാദമില്ല, 5 മാസം പീഡിപ്പിക്കാനുള്ള അനുവാദമാണ്. ഇങ്ങനെയുള്ള വിശേഷതകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ അതേ സംബന്ധിച്ചുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇതിനെ സംബന്ധിച്ച്
തെറ്റായ പല പഠിപ്പീരുകളും പലയിടത്തും ഉള്ളതും നമ്മൾ കണ്ടു. അതിനാലൊന്നും നാം ആകർഷിക്കപ്പെടരുത്. ഇത് ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നതാണ്. കർത്താവായ യേശു വന്ന് സഭയെ തന്റെ അടുക്കൽ ചേർത്തതിന് ശേഷം. അല്ലാതെ ഹെലികോപ്റ്ററിന്റെ ഒക്കെ ഒരു ഷേപ്പ്, ഒരു ആകൃതി ഇതിനുണ്ടെങ്കിലും ഇത് ഹെലികോപ്റ്റർ വരുന്ന കാര്യമൊന്നുമല്ല. ഹെലികോപ്റ്ററിന്റെ പുകയും അതിൻ്റെ ചക്രത്തിന്റെ ശബ്ദവും ഒന്നുമല്ല. അത് സദ്ദാം ഹുസൈൻ വിട്ടതുമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ പറയുന്ന ദൂതൻ സദ്ദാം ഹുസൈൻ ആണെന്ന് പറയേണ്ടി വരും. ഏതായാലും അങ്ങനെയൊന്നുമല്ല. ഇത് ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന, അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യജാതിയെ ഇൻവൈഡ് ചെയ്യുന്ന, വേട്ടയാടുന്ന പൈശാചിക ശക്തികളെയാണ് നാം കാണുന്നത്. ആ പൈശാചിക ശക്തികളെ കൊണ്ട് തന്നെ ദൈവം അനുസരണം കെട്ട പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ പീഡിപ്പിക്കുന്നു. നാം ഇന്നലെ പറഞ്ഞു നിർത്തിയത് അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കുവാൻ, പീഡിപ്പിക്കുവാൻ, ടോർമെന്റ് ചെയ്യാനാണ് അനുവാദം കൊടുത്തത്. അതെന്താ? മരണത്തിന് അവരെ ഏൽപ്പിക്കാതെ ഈ 5 മാസം ഇത്രയധികം പീഡകളിലൂടെ പോകുവാൻ അവരെ അനുവദിക്കുന്നത്. What can be the reason for forbidding death but persecuting them, afflicting them, tormenting them in such a way that they don't desire to live but desiring death? They want just to choose death, not life. ജീവനല്ല, മരണത്തെ തെരഞ്ഞെടുക്കത്തക്ക പീഡ, ഉപദ്രവം, ദണ്ഡനം അവർക്ക് കൊടുക്കാൻ, എന്നാൽ മരണം അനുവദിക്കാതെയും ഇരിക്കുവാൻ. എന്താണ് കാരണം? Death is banned for 5 months. സ്തോത്രം. 5 മാസം മരണത്തെ ബാൻ ചെയ്യുക. കാരണം, അല്ലെങ്കിൽ അതിന് ലക്ഷ്യമെന്ന് പറയുന്നത്, സ്തോത്രം, ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ മാനസാന്തരം. ഈ കഷ്ടങ്ങളെല്ലാം ദൈവം അവർക്ക് അയച്ചത് വളരെ സിമ്പിൾ, വളരെ ലളിതം. അവർ മാനസാന്തരപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. 9-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 20 മുതൽ 21, 20 and 21, 9-ാം അധ്യായത്തിന്റെ തന്നെ. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾക്കുവാനും നടക്കുവാനും വയ്യാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. സ്തോത്രം. കണ്ടോ, 2 വാക്യങ്ങളിലും എടുത്തു പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ടും 2-ാമത്തെ കഷ്ടത്തിൽ കുറെ പേര് മരിച്ചു. എന്നിട്ടും ഈ 1-ാമത്തെയും 2-ാമത്തെയും കഷ്ടങ്ങൾ അവർക്ക് നേരിട്ടിട്ടും അവരെന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. സോ ദ വെരി പർപ്പസ് ഓഫ് ദിസ് ടോർമെന്റേഷൻ was their repentance.
The tormentation they endured or God allowed were a repenting call to repentance. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും കഷ്ടങ്ങൾ ദൈവം അവർക്ക് അയച്ചത്, ഈ ദണ്ഡനം അവർക്ക് വരുത്തിയത്, അവർ മാനസാന്തരപ്പെടണം എന്നുള്ളതിന് വേണ്ടിയായിരുന്നു. And therefore God allowed to prolong their problems. Yeah, prolonging their affliction, their suffering was to make them repent from their sins. ആ സമയത്തെ പ്രധാനപ്പെട്ട പാപങ്ങൾ കണ്ടോ? 20-ാം വാക്യത്തിൽ അവര് ദുർഭൂതങ്ങളെ കാണുവാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെ നമസ്കരിക്കുക, തങ്ങളുടെ കൈപ്പണിയെ നമസ്കരിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിഗ്രഹാരാധന. പിന്നെ അവരുടെ സ്വഭാവമോ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം. സ്തോത്രം. ആരാധനാ വിഷയത്തിലും സാൻമാർഗിക വിഷയത്തിലും ഉള്ള പാപം, അശുദ്ധി. Two-sided sins. First was in relation with worship. They didn't turn to the true living God, the creator of their beings. തങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവായ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് അവർ തിരിഞ്ഞില്ല. ആ സത്യദൈവത്തെ വിട്ട് ബാക്കിയുള്ള സകല ദൈവങ്ങളെയും അവർ ആരാധിച്ചു. ഉണ്ടാക്കി അങ്ങ് ആരാധിക്കാതെ. ഭൂതങ്ങളെ വരെ അവർ ആരാധിച്ചു. അതുകൊണ്ടല്ലേ ദുർഭൂതങ്ങൾ, കാണാനും കേൾക്കാനും നടക്കാനും ഒന്നും വയ്യാത്ത ഊമ വിഗ്രഹങ്ങൾ, അത് പൊന്നോ വെള്ളിയോ മരമോ കല്ലോ ഒക്കെ കൊണ്ടുള്ളതാ. അവര് തന്നെ ഉണ്ടാക്കിയതാ. ഏത് തരത്തിലുമുള്ള വിഗ്രഹാരാധന ഏറ്റവും മ്ലേച്ഛകരമായ പാപമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടല്ലോ, ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പാപം സത്യദൈവത്തെ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ ദൈവം ദണ്ഡിപ്പിച്ചത് അവർ ആരാധിക്കുന്ന ആ ദുർഭൂതങ്ങളെ കൊണ്ട് തന്നെ അവരെ ദണ്ഡിപ്പിച്ചത്. നിങ്ങൾ ആരാധിക്കുന്നവ ദൈവങ്ങളല്ല, നിങ്ങൾ ആരാധിക്കുന്നവ നിങ്ങളെ സ്നേഹിക്കുന്നവയല്ല, നിങ്ങൾ അവയെ വിട്ടു മാനസാന്തരപ്പെടണമെന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ടും അവർ അവയെ വിട്ട് തിരിഞ്ഞില്ല. ഒരു വലിയ അത്ഭുതമാണ് കാണിച്ചത്. ദൈവത്തിന്റെ മുദ്രയുള്ള മനുഷ്യരെ ഈ ബാധകൾ തൊട്ടില്ല. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ നീ ഒരു അത്ഭുതം ചെയ്താൽ അത് കണ്ട് അനേകർ രക്ഷിക്കപ്പെടുമെന്ന്. വെറുതെയാ. മിസ്രൈമിലേക്ക് നോക്ക. ദൈവം മിസ്രൈമിൽ അത്ഭുതങ്ങളെ ചെയ്യാഞ്ഞിട്ടാണോ മിസ്രൈമ്യർ മാനസാന്തരപ്പെടാഞ്ഞത്? ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തത് കണ്ടതുകൊണ്ടാണോ
ഒരു സമ്മിശ്ര ജാതി അവരോടുകൂടെ പുറപ്പെട്ടത് രണ്ടുമല്ല. മനസ്സിലായോ? കൂടെ വരുന്നുണ്ടല്ലോ. ദൈവം ഒന്നിനു പുറകെ എന്തോ ഒരു അത്ഭുതമാണ് മിസ്രയീമിൽ ചെയ്തത്. ഇനി ഒന്നും അല്ലെങ്കിലും ചെങ്കടലിനെ പിളർന്ന്, ബാക്കിയുള്ളതൊക്കെ പോട്ടെ, ചെങ്കടലിനെ വിഭാഗിച്ച് ദൈവം ഇസ്രായേൽ മക്കളെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ അക്കരയ്ക്ക് കടത്തിയത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതല്ലേ? അപ്പോഴെങ്കിലും ഇസ്രായേലിന്റെ ദൈവമേ, അങ്ങ് തന്നെ ദൈവം എന്ന് ഈ മിസ്രയീമ്യർ ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇത് വല്ലതും സംഭവിക്കായിരുന്നു. അത്ഭുതം കാണാഞ്ഞിട്ടാ? ഇവിടെ കുറ്റിരുട്ട്, അവിടെ സാധാരണ വെളിച്ചം. എന്തൊരു അത്ഭുതം! പക്ഷേ മാനസാന്തരപ്പെട്ടില്ലല്ലോ. അതുപോലെ ഇസ്രായേൽ മക്കൾക്കൊപ്പം ഒരു സമ്മിശ്ര പുരുഷാരം ഇറങ്ങി പുറപ്പെട്ടു. Along with Israelites, some other people groups also went out of Egypt. My question, was this because they saw the miracle and acknowledging that the God of Israelites is the true God? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടതുകൊണ്ടും ഇസ്രായേലിന്റെ ദൈവമാണ് സത്യദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ സേവിക്കാനും വേണ്ടി ആയിരുന്നോ ഈ സമ്മിശ്ര പുരുഷാരം ഇസ്രായേൽ മക്കളോടുകൂടെ മിസ്രയീം വിട്ട് പുറപ്പെട്ടത്? അല്ല. കണ്ടോ? നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുന്ന കർത്താവെ അത്ഭുതം ചെയ്യണേ, അത്ഭുതം ചെയ്യണേ. ബൈബിളിനെ നമുക്ക് അത്ഭുതങ്ങളുടെ വിഷയത്തിൽ ചില ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിലേറ്റവും ആദ്യത്തെ അത്ഭുതത്തിന്റെ കാലഘട്ടമായിരുന്നു നോഹയുടേത്. രണ്ടാമത് അത്ഭുതത്തിന്റെ ഒരു കാലഘട്ടം നാം കാണുന്നു സൊദോം ഗൊമോറയിൽ. പിന്നെ നാം കാണുന്ന വലിയ അത്ഭുതത്തിന്റെ കാലഘട്ടമാണ് എക്സോഡസ് പീരീഡ്, ഇസ്രായേലിന്റെ പുറപ്പാടിന്റെ കാലഘട്ടം. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ദാവീദിന്റെ കാലഘട്ടത്തിലുണ്ട്, ഗോലിയാത്തിനെ കൊല്ലുന്നതുമൊക്കെ. വീണ്ടും അത്ഭുതത്തിന്റെ കാലഘട്ടം നടക്കുന്നതാണ് ഏലിയാവിന്റെയും എലീശയുടെയും സമയത്ത്. അവിടെ ഇങ്ങോട്ടിങ്ങ് വന്നാൽ നമുക്ക് പിന്നെ കാണാൻ പറ്റും യേശുക്രിസ്തുവിന്റെ കാലഘട്ടം. നോഹയുടെ കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടും അവർ വല്ലതും മാനസാന്തരപ്പെട്ടോ? പ്രസംഗം കേട്ടിട്ടോ അത്ഭുതം കണ്ടിട്ടോ ജനം മാനസാന്തരപ്പെട്ടില്ല. അതുപോലെ മിസ്രൈമിലെ കാര്യം നമ്മളിപ്പോ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഏലിയാവിന്റെയും എലീശയുടെയും കാലഘട്ടത്തിൽ എന്തോരത്ഭുതങ്ങളാണ് നടന്നത്. പക്ഷേ മാനസാന്തരപ്പെട്ടോ ആരെങ്കിലും? ഇല്ല. യേശുക്രിസ്തുവിന്റെ കാലഘട്ടം വന്നപ്പോഴോ സാക്ഷാൽ ദൈവം ഭൂമിയിൽ നടന്ന അത്ഭുതങ്ങളെ ചെയ്യുമായിരുന്നു.
മരിച്ച് അഴുകിയവരെ വരെ ജീവനിലേക്ക് മടക്കി വരുത്തി. അവനെ ജീവനിലേക്ക് മടക്കി വരുത്തിയ മശിഹായെ വിശ്വസിക്കുന്നതിന് പകരം മശിഹ ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസറിനെ പിന്നെയും കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നവർ. ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഒരു അത്ഭുതം ചെയ്തായിരുന്നെങ്കിൽ, ഇന്ന രോഗിയെ സൗഖ്യമാക്കിയായിരുന്നെങ്കിൽ. ഞാനിവിടെ ഇന്നലെ ഒരു യുവ സഹോദരിയെ കണ്ടു. ആഫ്രോ അമേരിക്കനാണ്. ആഫ്രിക്കക്കാര് അമേരിക്കൻ സിറ്റിസൺ ആയത്, കറുത്തവർഗം. ഈ വീട്ടിലെ ആന്റിയെ കുറെ നാള് ശുശ്രൂഷിച്ചിരുന്നു. ഇവിടെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞൊരു സംഗതിയുള്ള നിങ്ങൾക്കറിയാമല്ലോ, അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. ഒടുവിൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന ഇവിടുത്തെ ആന്റി ആക്സിഡന്റ് ആയിട്ട് കിടന്ന സമയത്ത്, ആന്റിയെ ശുശ്രൂഷിച്ച ആ സമയം ഈ സഹോദരിക്ക് ബോൺ ക്യാൻസർ ആയി. എൻ്റെ അറിവനുസരിച്ച് 4th സ്റ്റേജ് ആയിരുന്നു. പെന്തക്കോസ്തുകാരിയാ, അമ്മ ഒരു പ്രവാചകിയ. മരുന്ന് പോലും എടുക്കാതെ ഈ 4th സ്റ്റേജിലെ ബോൺ ക്യാൻസർ ആ സഹോദരിക്ക് സൗഖ്യമായി. ഇപ്പോൾ നടക്കാൻ ഒരു ചെറിയ ഒന്തലുണ്ട്. ഇന്നലെ ഇവിടെ വന്നിരുന്നു, ഞാൻ കണ്ടു, നേരിൽ കണ്ടു. മരുന്നെടുക്കാതെ, ഒരു ചികിത്സയും ചെയ്യാതെ, പ്രാർത്ഥനയാൽ മാത്രം 4th സ്റ്റേജ് ആയിരുന്നു എന്ന് പറയപ്പെടുന്ന ബോൺ ക്യാൻസർ സൗഖ്യമായ അത്ഭുതം പലർക്കും അറിയാം. പക്ഷേ അത് കണ്ട് ആരും വിശ്വാസത്തിലേക്ക് വന്നില്ല. ഇവിടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുകയാ. ഈ 9ാമത്തെ അധ്യായത്തിൽ അത്ഭുതം കണ്ടിട്ടും ഇവർ എന്ത് ചെയ്യുന്നില്ല? മാനസാന്തരപ്പെടുന്നില്ല. പിന്നെ നമ്മളൊക്കെ പറയും, തമ്പുരാൻ നല്ലതുപോലെ പിടിച്ച് 2 തല്ല് കൊടുത്തായിരുന്നെങ്കിൽ അങ്ങ്. ഇവിടെ ദൈവം 5 മാസം മരണം ബാൻ ചെയ്ത് വെച്ചിട്ട്, മരണത്തെ തടഞ്ഞു വെച്ചിട്ട് 5 മാസം പീഡിപ്പിക്കുക. അതിൽ കൂടെ കർത്താവ് പറയുന്നത്, എൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ, നിങ്ങൾ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞതുപോലെ ദുഷ്ടന്റെ മരണത്തിലല്ല യഹോവയ്ക്ക് പ്രസാദം. അപ്പോൾ ദൈവം അവരെ ദണ്ഡിപ്പിച്ചത് അവർക്കുള്ള മാനസാന്തരത്തിന്റെ വിളിയായിരുന്നു. So this tormentation for 5 months, not permitting them to die, was a call to repentance. That was also a loud declaration to them that, oh sinners, I don't want you to die in your sins. Repent, repent. നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നതായിരുന്നു മരണം പോലും മാറ്റിവെച്ചിട്ട് 5 മാസം ഇവരെ പീഡിപ്പിച്ച, അല്ലെ ദണ്ഡിപ്പിച്ചതിന്റെ ഉദ്ദേശം. അതിൽ 1ാമത്തെ കാര്യം സത്യദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നതാണ്. 2ാമത്തേത് പാപ വഴികളെ വിട്ടു തിരിയുക. അക്കാലത്തെ ലീഡിങ് സിൻസ്
അന്നുള്ള പ്രധാനപ്പെട്ട പാപങ്ങളാണ് ക്ഷുദ്രപ്രയോഗം, കൊലപാതകം, ദുർനടപ്പ്, മോഷണം എന്നിവ. ഇന്നലെ ഞാൻ കേരളത്തിലെ ഒരു പത്രത്തിൽ, ഓൺലൈൻ പത്രത്തിൽ വായിച്ചു, ഒരു മരണവീട്ടിൽ ചെന്നിട്ട് മോഷണം നടത്തിയ ഒരു പെൺകുട്ടിയെ കുറിച്ച്. നിങ്ങളും ഒരുപക്ഷെ കണ്ടു കാണും. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു, ആ വീടുമായിട്ട് ബന്ധമോ പരിചയമോ ഒന്നുമില്ലാത്ത ഒരു പെൺകുട്ടി അവിടെ ചെന്നു. കുറെ സ്വർണവും അടിച്ചു മാറ്റി, കുറച്ച് കുവൈറ്റ് ദിനാറും ഏതായാലും പിടിച്ചു. മരണവീട്ടിൽ പോലും ചെന്നിട്ട് മോഷണം നടത്തുന്നവർ. നമ്മുടെ നാട്ടിലൊക്കെ കല്ലറ കുത്തി തുറന്ന് ശവം ഇട്ടുകൊണ്ട് കിടക്കുന്ന കോട്ടടിച്ചു മാറ്റുന്നതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ചിലരൊക്കെ മരിക്കുന്ന സമയത്ത് വിലയേറിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ചാണല്ലോ അയക്കുന്നത്. കല്ലറ കുത്തിപ്പൊളിച്ചിട്ട് അവരുടെ വസ്ത്രമൊക്കെ അടിച്ചു മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നും അതൊക്കെ ഉണ്ട്. ശവത്തെ പോലും വെറുതെ വിടത്തില്ല. ശവത്തെ പോലും പോക്കറ്റടിക്കുന്ന പുള്ളികൾ. അപ്പൊ പിന്നെ എതിർ ക്രിസ്തുവിന്റെ ഈ സാത്താന്യ ഭരണത്തിന്റെ സമയത്ത് ഇത് പറയണം. അപ്പോൾ ഇതാണ് 5 മാസം അവരെ പീഡിപ്പിക്കുക, മരണം അവർക്ക് നൽകാതിരിക്കുക, അതിൻ്റെ കാരണവും ലക്ഷ്യവും. കാരണം അവരുടെ പാപം, ലക്ഷ്യം അവരുടെ മാനസാന്തരം. പക്ഷേ അവർ മാനസാന്തരപ്പെട്ടില്ല. രണ്ട് രീതിയിൽ ദൈവം ചെയ്തു. ഒന്നാമത്തെ കഷ്ടത്തിൽ ആരെയും മരിക്കാൻ അനുവദിച്ചില്ല. രണ്ടാമത്തെ കഷ്ടത്തിൽ ചിലരെ മരിക്കാൻ വേണ്ടിയും ദൈവം വിട്ടു. അത് കണ്ടെങ്കിലും ഭയപ്പെടട്ടെ, ഭയപ്പെട്ടെങ്കിലും മാനസാന്തരപ്പെടട്ടെ. സംഭവിച്ചില്ല. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. സമ്മിശ്ര ജാതി എന്തുദ്ദേശത്തോടെ ഇസ്രായേൽ മക്കളോട് കൂടെ പുറപ്പെട്ടത്? ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇസ്രായേൽ മക്കളെ പോലെ തന്നെ അവരും അടിമത്തത്തിലായിരുന്നു. ആ ഇരുമ്പ് ചൂളയിൽ നിന്നൊന്ന് രക്ഷപ്പെടുക, അത്ര ഉണ്ടായിരുന്നു. പക്ഷെ അവർ പ്രതീക്ഷിച്ചത് പോകുന്ന വഴിക്ക് തമ്പുരാൻ അവരെ ഒത്തിരി തീറ്റിപ്പോറ്റുമെന്നൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് ഇറച്ചിയും മീനും ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവരാണ് ഇസ്രായേൽ മക്കളുടെ പോലും നാശത്തിന് കാരണക്കാരായ പിറുപിറുപ്പുകാർ. ഒരുപക്ഷെ അവരില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഇത്രയും പിറുപിറുക്കത്തും നശിക്കത്തും ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നത് അവരോടുകൂടെയുള്ള സമ്മിശ്ര ജാതി പിറുപിറുത്തു. മറ്റെന്തെങ്കിലും? പാസ്റ്റർ പ്രൈസ് ലോർഡ്. ഈ സമ്മിശ്ര ജാതി എന്ന് പറയുമ്പോൾ ഈ ഇസ്രായേൽ മക്കള് തന്നെ ഈ സമ്മിശ്ര ജാതികളായി മാറിയവരുണ്ടോ കാലക്രമത്തില്? ഇല്ല, അല്ല. ഓക്കെ. ഇസ്രായേൽ മക്കൾ അല്ലാത്ത ജാതികളാണ് അവർ. ഓക്കെ, താങ്ക് യു. അപ്പം ഇപ്പൊ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവരുണ്ട്. ഇവിടെ ഒറിജിനൽ അമേരിക്കക്കാരുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്ന പൗരന്മാരായവരുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. യൂറോപ്പിൽ നിന്ന് വന്നവരുണ്ട്. നാളെ ഇപ്പൊ തന്നെ നമ്മള്
UK-യിലും കാനഡയിലും ഒക്കെ കാണുന്നുണ്ടല്ലോ, കുടിയേറ്റക്കാർ ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞൊരു പ്രശ്നം. ഞങ്ങളുടെ മുംബൈയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിന്റെ മക്കൾ വാദം ഉണ്ടായിരുന്നു. അവിടുത്തുകാരായ യഥാർത്ഥ മറാഠികളല്ലാത്തവരൊക്കെ മുംബൈ വിട്ടുപോകണം. അന്ന് ആദ്യം അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ കൂടുതലും സൗത്ത് ഇന്ത്യൻസ് ആയിരുന്നു, മലയാളികൾ ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യക്കാരായിരുന്നു അവിടെ. അവർ വിട്ടുപോകണം എന്നായിരുന്നു ചില രാഷ്ട്രീയ പാർട്ടികളുടെ മണ്ണിന്റെ മക്കൾ വാദം. ഞാൻ മുംബൈയിലൊക്കെ വന്നതിന് ശേഷം അതേ പ്രശ്നം ഉണ്ടായി, അതേ പാർട്ടിക്കാർ തന്നെ ഉണ്ടാക്കി. അന്ന് പക്ഷേ വടക്കേന്ത്യക്കാർ വിട്ടുപോകണമെന്നായിരുന്നു. ബീഹാറിൽ നിന്നും UP-യിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളവർ, അവരെയൊക്കെ കൂടെ മുംബൈ ഭാഷയിൽ ഭയ്യാമാരെന്നാണ് വിളിക്കുന്നത്. തെക്കുള്ളവരെയൊക്കെ കൂടെ മദ്രാസികൾ എന്നും വിളിക്കും, വടക്കുള്ളവരെയൊക്കെ ഭയ്യാമാരെന്നും വിളിക്കും. ബയ്യ എന്നാണ് നമ്മുടെ ആൾക്കാരൊക്കെ വിളിക്കുന്നത്. ബയ്യ. എന്താ അവർ പറഞ്ഞത്? അവിടുത്തുകാരല്ലാത്തവരാരും അവിടെ വേണ്ട. അവിടുത്തുകാരല്ലാത്തവരെ ഒക്കെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇതുപോലെ മിസ്രൈമ്യരല്ലാത്തവരെ എല്ലാം മിസ്രൈമ്യർ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അടിമകളായി പാർത്തിരുന്ന എല്ലാ ജാതികളും പുറത്തു പോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഉള്ള ഒരു സമ്മിശ്ര പുരുഷാരം. ആ കൂട്ടത്തിൽ ഒരു പക്ഷേ ഇസ്രായേല്യരും ഇസ്രായേല്യരല്ലാത്തവരും തമ്മിലുള്ള വിവാഹബന്ധത്തിൽ ജനിച്ചവരും കാണാം. അത് നമ്മൾ നിഷേധിക്കാൻ ഒക്കത്തില്ല. ഒരു പക്ഷേ കാണാം. കാരണം വർഷങ്ങളായിട്ട് അവിടെ പാർക്കുന്നവരാണ്, സാധ്യതയുണ്ട്. യാക്കോബിന്റെ മക്കള് തന്നെ കനാന്യരെയും ഒക്കെ വിവാഹം കഴിച്ചവർ ഉണ്ടായിരുന്നല്ലോ. യോസെഫിന്റെ തന്നെ മക്കൾ മിസ്രൈമ്യക്കാരത്തിയുടെ മക്കളായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളവരും ഒരു ചെറിയ ശതമാനം ഉണ്ടായിരുന്നിരിക്കും തീർച്ചയായും. പക്ഷെ ഇവിടെ സമ്മിശ്ര ജാതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവരെയല്ല, മറ്റ് ഇസ്രായേല്യരല്ലാത്ത ജാതികളെയാണ്. അപ്പോ ഈ സമ്മിശ്ര ജാതി എന്തിനെയാ പ്രതിനിധാനം ചെയ്യുന്നത്? പ്രത്യേകം അതിലെന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? ഇസ്രായേല്യരല്ലാത്തവർ, ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തവർ, ദൈവത്തിന്റെ നിയമങ്ങളുമായി ബന്ധമില്ലാത്തവർ, ദൈവിക ഉടമ്പടി അവരുമായിട്ടല്ല, മറ്റവരുടെ കൂടെ ഇങ്ങനെ അങ്ങ് പോയി എന്ന് മാത്രം. അവരാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നല്ലോ. അപ്പം അതിലെന്തെങ്കിലും അതെ, ഒരു അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. അവർക്ക് തിന്നാനും കുടിക്കാനും മാത്രം മതി. അവർക്ക് ജോലിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമേ അവർ ആഗ്രഹിച്ചുള്ളൂ. കൊണ്ടുപോകുന്ന വഴിക്ക് അവർക്ക് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഇഷ്ടം പോലെ വേണം, അവരുടെ ആഗ്രഹം പോലെ വേണമെന്ന് അവർ ആഗ്രഹിച്ചു. കനാൻ ദേശം അവരുടെ ലക്ഷ്യമല്ല, വാഗ്ദത്ത നിവൃത്തി അവരുടെ ലക്ഷ്യമല്ല. ഇന്നും അങ്ങനെയുള്ളവർ സഭയ്ക്കകത്തുണ്ട്. സ്വർഗവും നിത്യതയും ഒന്നും അവരുടെ വിഷയമല്ല. ഈ സമ്മിശ്ര ജാതിയെപ്പോലെ ഇറങ്ങി പുറപ്പെട്ടവരാ, യഥാർത്ഥ മാനസാന്തരം ഇല്ലാതെ. താങ്ക് യു. അതായിരുന്നു എന്റെ ചോദ്യം. എന്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ചു ഭാര്യ പോയെങ്കിൽ പിന്നെ ഞാനും അങ്ങ് പോയേക്കാം. ഇല്ലെങ്കിൽ ചിലയിടത്ത് അച്ചായം പോയി, അച്ചാൻ പോകുന്നിടത്ത് ഞാനും. അച്ചാനെ കുഴിച്ചിടുന്ന കല്ലറെ തന്നെ എന്റെയും കുഴിച്ചിടണം. ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടവരുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് നിത്യത വിഷയമല്ല, വിശുദ്ധി വിഷയമല്ല, ദൈവം വിഷയമല്ല, പരിശുദ്ധാത്മാ വിഷയമല്ല, ഒന്നും വിഷയമല്ല. പോന്നു.
ഒരു മെമ്പർഷിപ്പ് എടുത്തിങ്ങനെ പോന്നു. പിള്ളേരുടെ കല്യാണം വന്നാൽ ആള് കൂടണ്ടേ? വല്യമ്മച്ചി മരിച്ചാൽ 3-4 ദിവസം കഴിഞ്ഞിട്ടേ അടക്കത്തുള്ളൂ. ഈ 3-4 ദിവസം വന്നിരുന്ന് പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും വേണ്ടേ? അതിന് ആൾക്കാർ വേണ്ടേ? അതിന് ഒരു സോഷ്യൽ പർപ്പസ്, ഒരു സാമൂഹികമായ സംഗതിക്ക് വേണ്ടിയിട്ട് മാത്രം പുറപ്പെടുന്നവർ, പെന്തക്കോസ്തിലേക്ക് വരുന്നവർ, ആ സമ്മിശ്ര ജാതിക്ക് തുല്യരായിട്ടുള്ളവർ നമ്മുടെ കൂട്ടത്തിലും ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് ദൈവപ്രവൃത്തിയോ അതൊന്നും ഒരു വിഷയമല്ല. സ്വന്തം നിത്യത പോലും വിഷയമല്ല. നിത്യത പോലും വിഷയമല്ല. അവർ വഴക്കുണ്ടാക്കും. അത്യാവശ്യം വേണമെങ്കിൽ കമ്മിറ്റിക്കകത്തെങ്കിലും കയറി കൂടണമെന്ന് പറയും. രാജാവായില്ലെങ്കിലും കിങ് മേക്കേഴ്സ് ആകാൻ അവർക്ക് ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ ഉള്ളവരാ. സ്തോത്രം. മറ്റൊന്നുമില്ലെന്ന് കരുതുന്നു. ഫസ്റ്റ് ഒരു ജസ്റ്റ് ഒരു കൺഫർമേഷൻ. ഇപ്പൊ നമ്മുടെ വിഷയങ്ങളുടെ മേൽ അല്ലെങ്കിൽ ഇപ്പൊ രോഗങ്ങളുടെ മേൽ നമുക്കൊരു ഡിവൈൻ ഹീലിംഗ് അല്ലെങ്കിൽ ഒരു അത്ഭുത സൗഖ്യം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക എക്സ്പെക്ട് ചെയ്യുന്നു. ശരിയല്ലയോ? അതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ തെറ്റൊന്നുമല്ല. ഒരു രോഗി ആയിരിക്കുന്ന ആള് സൗഖ്യമാകണമെന്നോ, ജോലിയില്ലാത്ത ആളിന് ജോലി കിട്ടണമെന്നോ, വീടില്ലാത്തവർക്ക് വീടുണ്ടാകണമെന്നോ, കല്യാണം നടക്കാത്തവരുടെ വിവാഹം വേഗം നടക്കണമെന്നോ, ഇതൊന്നും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തെറ്റൊന്നുമല്ല. അതിനുവേണ്ടി മാത്രം ദൈവത്തെ കാണരുതെന്ന് മാത്രം. എനിക്ക് മനസ്സിലായി. ഞാൻ കൺഫർമേഷൻ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാസ്റ്റേഴ്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതെല്ലാം സാമ്പാറും ചമ്മന്തിയുമാണ്. ദോശയുടെയും ഇഡലിയുടെയും സമോസയുടെയും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതിനുവേണ്ടി മാത്രമായിട്ട് ആരും കർത്താവിന്റെ അടുക്കലേക്ക് വരേണ്ടതില്ല എന്ന് മാത്രം. സ്തോത്രം. എന്നാൽ ഇതിലുമൊക്കെ നാം ദൈവഹിതം അറിയാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നാം പ്രാർത്ഥിക്കാനും കൂടെ ഒരുങ്ങണം. രോഗസൗഖ്യത്തിനായിട്ട് അതിനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിടിച്ചു വെച്ച് നമ്മളെന്നും പറയുന്നത് പോലെ സൗഖ്യമാക്കിയേ പറ്റൂ എന്നൊന്നും പറയണ്ട. കർത്താവേ, ഞങ്ങൾക്കിതാ ആഗ്രഹം, അങ്ങയുടെ ഹിതം. ആ ഒരു ദൈവഹിതത്തിന് ഇവയിലെല്ലാം പ്രാധാന്യം നൽകുക. ശരി, ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഭാഗം നിർത്താം. ഇവിടെ നാം കാണുന്നു നാം ഈ 9-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിലും യവന ഭാഷയിലും കൊടുത്തിരിക്കുന്ന പേരുകൾ അബദ്ദോൻ എന്നും അപ്പൊല്ലോൻ എന്നും ഉള്ള പേരുകൾ. അഗാധ കൂപത്തിന് അബീസ് എന്നും, അഗാധ കൂപത്തിന്റെ രാജാവായിരുന്നവന്, പ്രത്യേകിച്ച് ഈ ദുരാത്മാക്കളുടെ നിയന്ത്രണമുണ്ടായിരുന്ന ദൂതന് അബദ്ദോൻ എന്നും അപ്പൊല്ലുവോൻ എന്നും ഉള്ള പേരുകളും നാം കാണും. അബീസ്, അബീസോ എന്നൊക്കെയുള്ള പദം നമ്മൾ കണ്ടു. എ പ്രിസൺ ഫോർ ദ ഫോളൻ ഏഞ്ചൽസ്. വീണുപോയ ദൂതന്മാരിൽ ബന്ധനത്തിലായിരിക്കുന്നവരുടെ ബന്ധന സ്ഥലം
എന്നാണ് നാം കണ്ടത്. അതിനെ the abode of the dead spirits, spirits of the dead wicked ones, ദുഷ്ടന്മാരുടെ അല്ലെങ്കിൽ മരിച്ചവരുടെ ആത്മാക്കൾ പാർക്കുന്ന ഇടമെന്ന നിലയിലും നാം റോമർ 10:7 കാണുന്നുണ്ട്. യേശു പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന ഒരു പ്രസ്താവന അവിടെയുണ്ട്. അപ്പൊ പാതാളം അത് നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ. അബീസോസ്, അബീസ് എന്നൊക്കെ അതിനെ വിളിക്കുന്നു. പിന്നീട് നാം കാണുന്നതാണ് ഈ 11-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു ദൂതൻ, ഒരു രാജാവായിട്ടുള്ളത്, കിങ് ഓഫ് ദീസ് ലോക്കസ്, അതിനെ ചിലര് സാത്താനാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ എ ഹൈ റാങ്കിങ് ഡീമൺ സ്പിരിറ്റ് ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തോ സാത്താന്യ ലോകത്തിലെ ഒരു പ്രധാനി എന്ന നിലയിലാണ് കാണുന്നത്. അവിടെ യവനായ ഗ്രീക്ക് ഡീറ്റി, യവനായ ദൈവങ്ങളിൽ ഒരുത്തന്റെ പേരായിരുന്നു ഇത്. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന അപ്പൊല്ലോൻ എന്നുള്ളത് യവനന്മാരുടെ ഒരു ദൈവത്തിന്റെ പേരും കൂടെയാണത്. ഒരുപക്ഷെ ഈ പറയപ്പെട്ട രൂപമൊക്കെ ആയിരിക്കും അവർ ആ ദൈവത്തിന് കൊടുത്തിരിക്കുന്നതെന്ന് ഊഹിക്കുന്നു. ഏതായാലും ഇതോടുകൂടെ 1-ാമത്തെ കഷ്ടം കഴിയുകയാണ്. ഇവിടെ പറയുന്ന ഈ വെട്ടുക്കിളികൾ അക്ഷരീയമായിട്ടുള്ളവയല്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടല്ലോ. ഈ സാത്താന്യ ശക്തികളുമൊക്കെ ദൈവത്തെ അനുസരിക്കും. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അവയൊക്കെ ഉപയോഗിക്കപ്പെടും. നമ്മൾ മുമ്പും പഠിച്ചതുപോലെ ദൈവം നമ്മയും ഉപയോഗിക്കുന്നു എന്ന് കരുതി നമുക്ക് കോളറ പിടിക്കാനായിട്ട് ഒന്നും ഇല്ല. ദൈവത്തിന് ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. ദൈവം ഒരാളിനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അർത്ഥത്തിലല്ല ഒരുവന് സ്വർഗരാജ്യ പ്രവേശനം ഉണ്ടാവുന്നത്. ദൈവത്തിനായി വളരെയധികം പ്രയോജനപ്പെട്ട പലരും നരകത്തിൽ ഉണ്ടാകും എന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തോടൊപ്പമുള്ള നിത്യത ചെലവഴിപ്പാൻ നാം യോഗ്യരായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുൻപിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഇന്നാണ് നമ്മുടെ കർത്താവ് വരുന്നതെങ്കിൽ നാം കൈവിടപ്പെട്ടു പോകാതിരിക്കട്ടെ. ക്രിസ്തുവിനോടൊപ്പമുള്ള നിത്യതയ്ക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു എന്നാണല്ലോ നാം തിരുവെഴുത്തിൽ കാണുന്നത്. അതുകൊണ്ട് വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിനായി, മധ്യാകാശ വരവിനായി, കർത്താവിന്റെ ഗംഭീര നാദത്തിന്റെ കേൾവിക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സ്തോത്രം. അതൊരു പക്ഷേ യോഹന്നാനെ വിളിച്ചതുപോലെ ഇവിടെ കയറി വരിക എന്ന് നമ്മുടെ വ്യക്തിപരമായ പേര് വിളിക്കുന്നതാകും. സ്തോത്രം. പേർ വിളിക്കും നേരം കാണും എൻ പേരും എന്ന് പാടാറുണ്ടല്ലോ. അത് ന്യായവിധി സമയത്ത് പ്രതിഫലം തരാൻ വേണ്ടി വിളിക്കുമ്പോൾ മാത്രമല്ല, നമ്മെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുന്നതിനും നമ്മെ വ്യക്തിപരമായി പേര് വിളിക്കും. ഇന്നത്തെ ആധുനിക പ്രസംഗകരുടെ ഇടയിൽ
ഇന്ന പേരിലുള്ള ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ 10 പേര് എഴുന്നേറ്റ് പോകുന്നത് പോലെ കർത്താവ് നമ്മളെ വിളിക്കുമ്പം, നമ്മുടെ പേര് വിളിക്കുമ്പം 10 പേര് അത് കേട്ട് എഴുന്നേറ്റ് പോകില്ല. ഓരോരുത്തർക്കും അവരവർക്ക് മാത്രമേ കേൾക്കാൻ കഴിയൂ എന്നുള്ളത്. സ്തോത്രം. ആ പേര് വിളി കേൾക്കാൻ കഴിയുന്നവർക്കൊക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം ഉണ്ടാവും. അതുകൊണ്ട് ആ ഗംഭീരനാദത്തിന്റെ മുഴക്കത്തിനായി നമുക്ക് കാതോർക്കാം. നമ്മുടെ പേരും വിളിക്കുന്ന ആ ദിവസം എന്ന് പറയുന്നതിനേക്കാൾ നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം. സ്തോത്രം. അത് ഏത് നിമിഷം എന്നറിയുന്നില്ല. ചിലപ്പോൾ നാം ഈ വെർച്വൽ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെയാകാം, നോടിയിടയ്ക്കുള്ളിൽ. പിന്നെ താമസമില്ല. അതുകൊണ്ട് ആ പേരുവിളി കേട്ടാൽ പിന്നെ അടുപ്പയിൽ വെച്ചിരിക്കുന്നതൊന്ന് ഓഫ് ചെയ്തിട്ട് പോകാം എന്ന് തോന്നില്ല. അലമാരിയിൽ വെച്ചിരിക്കുന്നത് എടുത്തുകൊണ്ട് പോകാം, അതിന് തിരിച്ചു വരില്ല. ആ നിമിഷം, വിതിൻ ദ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും. അതൊക്കെ നാം ഭാവന കണ്ട്, അതൊക്കെ നാം ധ്യാനിച്ച്, ആ സന്തോഷത്തോടെ നമുക്ക് ജീവിതം കഴിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.